108 ആംബുലൻസ് സർവീസ് അല്ലോ. എന്തിനു മേഡം നിങ്ങൾ ഇങ്ങനെ കോൾ എടുക്കുന്ന? ഞങ്ങൾ കെഞ്ചി ചോദിച്ചില്ലായിരുന്നു 108 ആംബുലൻസിന് നിങ്ങളുടെ കുരിശുമല സ്പെഷ്യൽ ഡ്യൂട്ടി. ആ പേഷ്യന്റ് മരിച്ചുപോയി കേട്ടാ. ഞങ്ങൾ വെള്ളറുടെ ഞാൻ മെമ്പറാണ് ഇവിടത്തെ. ഞങ്ങൾ എത്ര തവണ നിങ്ങളെ വിളിച്ചു. നിങ്ങൾ നമസ്കാരം പറഞ്ഞ് ഫോൺ എടുക്കുകയല്ല ചെയ്യണ്ടേ. നിങ്ങൾ ഒരു വലിയ ഒരു മന്ത്രിക്കോ ഒരു MLA വീട്ടിലെ ഈ അവസ്ഥ വന്നിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിട്ടുകൊടുക്കാതിരിക്കുവായിരുന്നോ? കുരിശുമല സ്പെഷ്യൽ ഡ്യൂട്ടി പാറച്ചാൽ അസംബ്ലിക്കകത്ത് ഒരു 108 എടുക്കാവില്ല. അവർ മരിച്ചുപോയി. മനസ്സിലായില്ലേ? നേരത്തെ വിളിച്ചു, കുറെ തവണ വിളിച്ചു, പല ഫോണിൽ നിന്ന്. നിങ്ങൾക്കറിയില്ലെങ്കിൽ പിന്നെ ആർക്കറിയാം? മേഡം, ഞങ്ങൾ ആരെ വിളിക്കുന്നത് ഈ രാത്രി? സർക്കാരിന്റെ സേവനം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കുരിശുമല ഡ്യൂട്ടി നിങ്ങൾക്ക് പാറശാലയുള്ള വണ്ടിക്കും കുരിശുമല ഡ്യൂട്ടി വെള്ളറുടെ ഉള്ള ഞങ്ങളുടെ തൊട്ടടുത്ത് ആംബുലൻസ് കിടന്നിട്ട് നിങ്ങൾ തന്നില്ല. മരിച്ചുപോയി അവര് വഴിയിൽ. ഡോക്ടറുമായിട്ട് കയറി സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അവർക്ക് ഓക്സിജൻ്റെ ലെവൽ വളരെ കുറവാണ്, എമർജൻസി ആയിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ മെഡിക്കലിലോട്ട് പോകാനായിട്ട് 108 തന്നെ വിളിച്ച് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഓക്സിജനെങ്കിലും ഉള്ള ആംബുലൻസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 108 ഏകദേശം 2 മണിക്കൂറോളം 108 വിളിച്ചപ്പോൾ അവർ പറഞ്ഞത്, ആദ്യം പറഞ്ഞു 108 ഇല്ല, സർവീസ് ഇല്ല എന്ന് പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു 1/2 കിലോമീറ്ററിനുള്ളിൽ തന്നെ 108 ഉണ്ടല്ലോ, CHCയിൽ 108 ഉണ്ട്, അവിടെയാണ് പാർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ തിരക്കിയിട്ട് വിളിക്കാൻ മേഡമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു അത് കുരിശുമല യുമായിട്ട് ബന്ധപ്പെട്ട് സ്പെഷ്യൽ സർവീസാണ് സർക്കാരിൻ്റെ, അപ്പോൾ ആ ആംബുലൻസ് വിട്ടുതരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ വെള്ളറുടെയിൽ ആംബുലൻസ് വിടണ്ട, പാറശാല ആംബുലൻസ് ഉണ്ടല്ലോ അത് വിട്ടുതരാൻ പറഞ്ഞു. പാറശാലത്തെ ആംബുലൻസും വെള്ളറുടെയിലെ ആംബുലൻസും 2 സ്പെഷ്യൽ ഡ്യൂട്ടി ആണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു തിരുവനന്തപുരം ജില്ലയിൽ ഏതെങ്കിലും ഒരു 108 ഉണ്ടാവും, ഒരെണ്ണം വിട്ടുതരാൻ ഏതെങ്കിലും ഉണ്ടാവും, ഒരു മണിക്കൂറിനുള്ളിൽ എങ്ങാനും നിങ്ങൾക്കൊന്ന് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞില്ല, എല്ലാ ആംബുലൻസും ഓട്ടത്തിലാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചു. അവർ ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. കോൾ വെച്ചു. അത് കഴിഞ്ഞ് അവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറെ വിളിച്ചപ്പോഴും ആംബുലൻസ് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ഉണ്ട്, CHC ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അണ്ടറിലുള്ളതാണ്. ഞാൻ അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടെയാണ്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി. സർക്കാർ സർവീസിലൊരു ഡോക്ടർ വിളിച്ചാലെങ്കിലും ആംബുലൻസ് തരട്ടെ എന്ന് കരുതി അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ നിന്നും ഡോക്ടറെ വിളിച്ചു. പിന്നെ ഞങ്ങളുടെ അവിടെ ഒരു സാമൂഹിക പ്രവർത്തകൻ കൊടപ്പനമൂട് ഷാജാൻ എന്നുണ്ട്, പുള്ളിയെ വിളിച്ചിട്ട് പുള്ളി മെഡിക്കൽ കോളേജ് ആയിട്ടൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം വന്ന് കോൾ ചെയ്തു. അപ്പോൾ ഒത്തിരി പേരിങ്ങനെ അവിടുത്തെ നാട്ടുകാരെ അടക്കം എല്ലാവരും ആംബുലൻസിന് വേണ്ടി വിളിച്ചു. അപ്പോൾ ഒരു തരത്തിൽ അവർ ആംബുലൻസ് തരാൻ തയ്യാറല്ല. അപ്പോൾ ആനപ്പാറയിൽ നിന്ന് ചെക്ക് ചെയ്തപ്പോൾ ഷുഗറും ഹൈ ആണെന്ന് പറഞ്ഞു ഡോക്ടർ. അതായത് CHC നിന്ന് ചെക്ക് ചെയ്തപ്പോൾ സർക്കാർ ആശുപത്രിയാണ്. അപ്പോൾ നേരത്തെ തന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു 108 അല്ലെങ്കിൽ ഒരു ഓക്സിജൻ ഫെസിലിറ്റി ഉള്ളതിൽ തന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. നിർവാഹമില്ലാതെ ഞങ്ങൾ അവിടുത്തെ ഒരു സാധാരണ ആംബുലൻസിന് വിളിച്ചു. ഡോക്ടർ തന്നെ ഡയറക്റ്റ് വിളിച്ചു. അതായത് CHCയിലെ ഡോക്ടർ തന്നെ വിളിച്ചു. ഡോക്ടർ വിളിച്ച ആംബുലൻസ് വന്നപ്പോൾ ആംബുലൻസിനകത്ത് ഓക്സിജൻ ഇല്ല. പിന്നെ ഷാജഹാൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൊടപ്പനമൂട് ഷാജഹാൻ, പുള്ളി അവിടെ ഹോസ്പിറ്റലിൽ അവിടെ ഓക്സിജൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ ഒരു ഓക്സിജൻ, അതായത് CHCയിൽ ഒരു ഓക്സിജൻ സിലിണ്ടറാണ് അവർ ആംബുലൻസിനകത്തോട്ട് തന്നത്. ആ ഓക്സിജൻ സിലിണ്ടർ വെച്ച് മെഡിക്കലിലോട്ട് കൊണ്ടുവരുന്ന വഴിക്ക് അമരവിള എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ പേഷ്യൻറ്റിന് ഭയങ്കരമായിട്ട് വെപ്രാളവും ക്ഷീണമൊക്കെ വന്നു. ഇത്തിരി വെള്ളം ചോദിച്ചു, വെള്ളം കൊടുത്തു. 2 മിനിറ്റ് ആയപ്പോഴത്തേന് ആള് പോയി. ഇതാണ് സംഭവം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.